അഡ്വക്കേറ്റ് PM നിയാസ്, ഇപ്പോൾ കേസെടുക്കലിനും അറസ്റ്റിനുമൊക്കെ ശേഷം പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം, ഇനിയിപ്പോൾ പാർട്ടി പ്രവർത്തകരോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്, ഞാനിത് ആഹ്വാനം ചെയ്യുകയാണ്, എല്ലാവരും ഈ ചിത്രങ്ങൾ പങ്കുവയ്ക്കണം, മുഖ്യമന്ത്രിയും പോറ്റിയും ഒപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കണമെന്ന്. അങ്ങനെ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള പരിപാടിയുടെ ചിത്രങ്ങളാണോ പങ്കുവയ്ക്കുക, AI ചിത്രമാണോ എന്ന ചോദ്യം കൂടി ഉണ്ടല്ലോ. AI ചിത്രം പങ്കുവയ്ക്കുന്നത് ധാർമ്മികമായി എത്രത്തോളം ശരിയാണ് എന്നൊരു ചോദ്യം നിങ്ങളെയും അലട്ടുന്നില്ലേ? നോക്കൂ സ്മൃതി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങളിൽ വിഷ്വൽ മീഡിയകളായി വന്നതല്ല. പിണറായി വിജയൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ച ചിത്രം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായ വീഡിയോ, അതാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. അതിൽ നിന്ന് എടുത്ത കാര്യങ്ങളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. അത് മുസ്തഫയോട് ഞാൻ വെല്ലുവിളിയോട് ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ ആണെന്ന് പറയുന്ന വീഡിയോയാണെങ്കിലും ഫോട്ടോയാണെങ്കിലും പിണറായി വിജയന്റെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ഇപ്പൊ നേരത്തെ നിങ്ങൾക്കറിയാം ശബരിമല സുബ്രഹ്മണ്യൻ പങ്കുവെച്ച കാര്യം പറയാം. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം, അങ്ങനെ ഒരു ചിത്രമില്ല, അതൊരു യാഥാർത്ഥ്യമല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അല്ലെ ഒരു മിനിറ്റ്, അതാണെങ്കിൽ അത് പരിശോധിക്കട്ടെ. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ. AIയുടെ കാര്യം ഇതിനു മുമ്പും CPM പറഞ്ഞിട്ടില്ലേ? ശബരിമല സംഗമം നടത്തിയപ്പോൾ അവിടെ മാധ്യമങ്ങളിൽ മുഴുവൻ വന്ന വിഷ്വൽസും മാധ്യമങ്ങളിൽ മുഴുവൻ വന്ന ഫോട്ടോകളും ഒക്കെ AI നിർമ്മിതമാണെന്നല്ലേ പറഞ്ഞത്. ഞങ്ങളാരും മാധ്യമങ്ങളിൽ വന്ന് ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഞങ്ങൾക്ക് ഇറക്കി വന്ന് ഇടാൻ പറ്റുമോ? റിപ്പോർട്ടർ ചാനലിൽ എടുക്കുന്ന വിഷ്വൽസ് അല്ലേ അവിടെ ഇടുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ AI എന്ന് പറഞ്ഞപ്പോൾ പറയുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വം വേണം. അത് AI ആണ്, നിർമ്മിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പോറ്റിയെ ഇതുവരെ കണ്ടിട്ടില്ല, ഒരു ചടങ്ങിലും ഒത്തുചേർന്ന് പങ്കെടുത്തിട്ടില്ല, മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ അറിയില്ല. തെളിയിക്കട്ടെ, ഞങ്ങളതല്ലേ പറയുന്നത്. അങ്ങനെ തെളിയിക്കാൻ അവർക്ക് സാധിക്കുമല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം സൗകര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, നിങ്ങൾ തെളിയിക്കേണ്ടതല്ലേ. ഞാനൊരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി 1000 തവണ ഈ കേസെടുത്താലും ഞങ്ങളുടെ എല്ലാവരെയും ജയിലിൽ അടച്ചാലും മുഖ്യമന്ത്രി അങ്ങേക്ക് പോറ്റിയെ സംരക്ഷിച്ചതിൻ്റെ അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണ്ണപ്പാളി കക്കുന്നതിനുള്ള കുറ്റവാളികളെ സംരക്ഷിച്ചതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അങ്ങ് ഒഴിയാൻ കഴിയില്ല. പോറ്റിയെ കൊണ്ടുവന്ന് കയറ്റിയതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. ഞങ്ങൾക്കല്ല, കേരളത്തിലെ ഹൈക്കോടതിയിൽ പോലും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അന്വേഷണങ്ങൾ പോകുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം. SITയെ നിയന്ത്രിക്കുവാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരും ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും തയ്യാറാവുമെന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ്. ആ ആരോപണങ്ങൾ ഏതൊക്കെയാണ്? ഞങ്ങൾ പറയുന്നത് ഇക്കാര്യത്തിൽ CBI ഉൾപ്പെടെയുള്ള സർക്കാരിൻ്റെ ഏജൻസികൾ അന്വേഷിക്കുകയും കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിക്കുകയും അതിന് ഹൈക്കോടതിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുമാകണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വരട്ടെ. ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞു പറയാലോ, ഇത് മുഖ്യമന്ത്രിക്കെതിരായി ഞങ്ങൾ ഉന്നയിക്കുള്ളൂ. ഞങ്ങൾ അതുകൊണ്ടല്ലേ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വന്ന ഈ സാധനങ്ങളിൽ നിന്നും എടുത്ത് ഉള്ള മുഴുവൻ കാര്യം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളിത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മുസ്തഫയുടെ പോലീസ് ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്യും, ഞങ്ങളൊക്കെ വീട്ടിലേക്ക് വാ. നിങ്ങൾക്ക് പോലീസിന് മറ്റൊരു പണിയും വരുന്ന 3 മാസം എടുക്കാൻ കഴിയില്ല. ഞങ്ങളെ പിന്നാലെ വാ, ഞങ്ങളെ പേര് ജയിലിലടക്കി ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നോക്കൂ ശ്രീ PM നിയാസ്, നിങ്ങൾ പറയുന്നത് ഏത് ചിത്രം ഷെയർ ചെയ്യുമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി എന്തായാലും മുഖ്യമന്ത്രിയും പോറ്റി നിൽക്കുന്ന ചിത്രങ്ങൾ ഷെയർ ചെയ്യില്ലല്ലോ. ആ വീഡിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്, ശരിയാണ്. ആ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ എന്താണ് ആ പരിപാടി, എങ്ങനെയാണ്, എവിടെയാണ് മുഖ്യമന്ത്രി നിന്നത് എന്ന് വ്യക്തമാക്കാനുള്ള വീഡിയോ. ശരി, അതെ, മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ആംബുലൻസിൻ്റെ താക്കോല് വാങ്ങുന്നതും അദ്ദേഹത്തോട് സംസാരിക്കുന്നതും അദ്ദേഹത്തിന് ആ താക്കോല് വിതരണം ചെയ്യുന്നതും വാങ്ങുന്നതും ഏറ്റുവാങ്ങുന്നതും DGP കൊടുക്കുന്നതും ഒക്കെയായ വീഡിയോ. അതിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കാമല്ലോ, വീഡിയോയിൽ നിന്നും ഫോട്ടോ എടുക്കാം. ആ ഫോട്ടോ വ്യാജ നിർമ്മിതമല്ല, ആ വീഡിയോ ഫോട്ടോയാക്കി ഞങ്ങൾ കൊടുക്കും. നോക്കൂ, ഇത് മാത്രമല്ല, ഞാൻ ഒരു കാര്യം അതങ്ങ് സമ്മതിക്കൂ, അതിലുള്ള ഈ പറയുന്ന ഈ ചാരി നിന്ന് ചിരിക്കുന്ന ചിത്രം അത് യഥാർത്ഥ ചിത്രമല്ല ശ്രീ PM നിയാസ്. നിങ്ങൾ ചെയ്യുമ്പോൾ എല്ലാം ധാർമ്മികമായി ചെയ്യൂ. നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. പോലീസ് പരിശോധിക്കണതേ, അത് AI ചിത്രമാണ്. ആ ദൃശ്യങ്ങൾ അങ്ങ് മുഴുവൻ കണ്ടില്ലേ? അതിലെവിടെയാണ് അങ്ങനെ ഒരു ഒറ്റ സെൻറ്റൻസ് ആണ്. ശരി, താങ്കൾ പറയുന്നു അത് AI വീഡിയോ ആണ്. AI ആണെങ്കിൽ അതിൻ്റെ മേക്കേഴ്സിനെ കണ്ടുപിടിക്കണം, ആ മേക്കേഴ്സിന്റെ പേരിൽ നടപടി എടുക്കണം. അത് ഷെയർ ചെയ്തത് സുബ്രഹ്മണ്യൻ ഷെയർ ചെയ്താലും BJPയുടെ പ്രസിഡന്റ് ഷെയർ ചെയ്താലും ഒരേ കുറ്റമാണല്ലോ. ആ കുറ്റത്തിന് BJP പ്രസിഡന്റിന്റെ പേരിൽ കുറ്റമില്ല, കേസില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും ഞാൻ കണ്ട ചിത്രങ്ങളിൽ നിന്നും ശ്രീ PM നിയാസ്
BJP പ്രസിഡന്റ് ഷെയർ ചെയ്ത ചിത്രം യഥാർത്ഥ ചിത്രമാണ്. മുഖ്യമന്ത്രിയും ഈ പറയുന്ന പോറ്റിയും അടുത്ത് നിൽക്കുന്ന ചിത്രം. ഞാൻ ഈ പറയുന്ന സുബ്രഹ്മണ്യൻ ഷെയർ ചെയ്തിരിക്കുന്ന ആ ചിരിച്ചു നിൽക്കുന്ന, സൈഡിലേക്ക് തലചരിച്ച് നിൽക്കുന്ന ചിത്രം അത് അയഥാർത്ഥമായ ചിത്രമാണ്. അത് രാജീവ് ചന്ദ്രശേഖർ ഷെയർ ചെയ്തിട്ടില്ല. ഒറ്റ കാര്യം സുബ്രഹ്മണ്യന്റെ പോസ്റ്റില് അതിൽ വ്യക്തമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? പിണറായി വിജയനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഇത്രമേൽ അഗാധമായ ബന്ധം ഉണ്ടാകാൻ എന്തായിരിക്കും കാരണം എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ FIയിൽ നിന്ന് ലഭിച്ച ഫോട്ടോ എന്ന് അദ്ദേഹം വെച്ചിട്ടുണ്ട്. അത് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.